ശ്രീനിവാസൻ നമുക്കൊപ്പമില്ലാത്ത ആദ്യത്തെ പ്രഭാതമാണ്. ഇനിയുള്ള കാലം ശ്രീനിവാസൻ കേരളത്തിനൊപ്പമില്ല എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ചേതനയേറ്റ ശരീരം നമുക്കൊപ്പം ഉണ്ട്. അതും 10 മണിയോടുകൂടി നമ്മുടെ കൺമുന്നിൽ നിന്ന് മറയുന്നു. അപ്പോൾ ഇനി 10 മണിക്കുള്ള സംസ്കാര ചടങ്ങുകൾ വരെയുള്ള ഒരു സമയം ആരൊക്കെ ഇനി അവിടെ എത്തിച്ചേരാനുണ്ട്? ഇനിയും ഒരു പൊതുദർശനം എന്ന നിലയ്ക്ക് അവിടെ നടക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ശ്രീനിവാസിൻ്റെ സംസ്കാരവും കൂടി കഴിഞ്ഞാൽ മലയാള നാട് ഈ അനശ്വര നടനെ, കഥാകാരനെ, തിരക്കഥാകൃത്തിനെ ഓർമ്മിക്കുക? സൈഫുദ്ദീൻ, ഇന്നലെ തന്നെ പ്രമുഖരെല്ലാവരും, പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാവരും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു. പക്ഷേ ഇന്നും പ്രമുഖർ പലരും എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ഇന്ന് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ ശ്രീനിവാസൻ വളരെ കാലങ്ങളായി, ഏകദേശം 13 വർഷത്തോളമായി താമസിക്കുന്ന വീടാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ആരോഗ്യം ശ്രദ്ധിക്കാനും ഒപ്പം ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലും മറ്റും കാണിക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനായും, മാത്രമല്ല ഈ നഗരത്തിൻ്റെ ഒരു തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഉദയൻപേരൂരിലേക്കുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം വീടെടുത്ത് മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പാലാഴി എന്ന വീട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വീട് പണിഞ്ഞ് അദ്ദേഹം മാറുകയായിരുന്നു. ഈ കണ്ടനാട് ആളുകൾക്ക് ശ്രീനിവാസൻ വളരെ പരിചിതനായിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ അത്രയും അധികം സാധാരണക്കാരോട് വരെ അടുത്തിടപഴകിയിട്ടുള്ള ഈ ഒരു 13 വർഷക്കാലം കൊണ്ട് തന്നെ വലിയ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ കണ്ടനാട്ട് സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. പ്രത്യേകിച്ച് ഈ ഏകദേശം ഒരു 30-40 ഏക്കറോളം ഭൂമി വാങ്ങി അവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ, ജൈവ കൃഷി, പ്രകൃതി കൃഷി എന്നാണ് ശ്രീനിവാസൻ ഇതിനെ വിശേഷിപ്പിക്കുക. ജൈവ കൃഷിയും കാര്യങ്ങളുമൊക്കെ ഇറക്കി വലിയ രീതിയിൽ അതൊരു നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ആണ് ശ്രീനിവാസൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ അനാരോഗ്യമായിട്ടുള്ള, തീരെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ കൂടിയും ശ്രീനിവാസൻ ഈ കൃഷിയിലും കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അത്രയധികം വയ്യാതിരുന്നിട്ട് കൂടി കഴിഞ്ഞ ഒക്ടോബറിൽ ആണ് ഏറ്റവും അവസാനം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. കൃഷിയിൽ പാടത്ത് വിളവെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അതിൽ വളരെ സൗമ്യനായി, വളരെ പ്രസന്നവതനായി മാധ്യമങ്ങളോടും മറ്റ് നാട്ടുകാരോടുമൊക്കെ സംസാരിച്ച ശ്രീനിവാസനെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവരോടും ഒരുപോലെ ഈ ഒരു 13 വർഷത്തിനിടയ്ക്ക് ഈ ഒരു നാട്ടുകാരോടും അത്രയധികം ബന്ധം കാത്തു സൂക്ഷിച്ച, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ഈ പരിസരത്തുള്ള ആളുകൾ പലരും ഇന്നലെയും ഇന്നുമൊക്കെയായി വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിരാവിലെ മുതൽ 6 മണി മുതൽ നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്തുന്നു. അത് സിനിമാ രംഗത്തെ പ്രമുഖർ മാത്രമല്ല, എത്രയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ വീട്ടിലേക്ക് എത്തുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കണ്ടനാട് നാട് മാത്രമല്ല, പ്രത്യേകിച്ച് കണ്ണൂർ പാട്യത്തുള്ള ഒരു നാടുകൂടി ശ്രീനിവാസനെ വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഏകദേശം 70കളുടെയൊക്കെ തുടക്കത്തിലാണ് ഈ വെള്ളരി നാടകങ്ങൾ ഒക്കെ കളിച്ച് ആ പാട്യത്തെ വയലുകളിൽ ശ്രീനിവാസൻ അഭിനയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ചെന്നൈയിലേക്ക് പോവുകയും സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആദ്യം അഭിനയത്തിൽ തുടർന്നു, പിന്നീട് സംവിധാനത്തിലേക്കും തിരക്കഥയിലേക്കും ഒക്കെ വരുന്നു. പലരും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു സിനിമാ നടനല്ലായിരുന്നെങ്കിൽ, ഒരു ഹാസ്യ നടൻ എന്നുള്ള ഒരു ലേബൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു മികച്ച ഒരു എഴുത്തുകാരൻ, ഭരതനെ പോലെ, പത്മരാജനെ പോലെയുള്ള ഒരു മികച്ച എഴുത്തുകാരുടെ ഒരു നിരയിലേക്ക് ശ്രീനിവാസൻ, അതായിരിക്കും ഏറ്റവും ആദ്യം ശ്രീനിവാസനെ കുറിച്ച് ഓർക്കുമ്പോൾ ആളുകൾ ഓർക്കുക എന്നത് പലരും ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് അനുസ്മരിച്ചിട്ടുണ്ട്. അത്രയധികം പ്രതിഭാധനനായിട്ടുള്ള എഴുത്തുകാരൻ, ഒരു നടനേക്കാൾ ഉപരി, ഒരു സംവിധായകനേക്കാളുപരി പ്രതിഭാധനനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ. ആ ഒരു എഴുത്തുകാരനെ കൂടിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത്. ഈ കുഞ്ചൻ നമ്പ്യാരെ പോലെയൊക്കെയുള്ള ഹാസ്യത്തിലൂടെ വളരെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഹാസ്യത്തിലൂടെ പങ്കുവയ്ക്കാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മലയാളികളിലേക്ക് എത്തിക്കാനൊക്കെ ശ്രീനിവാസൻ എടുത്ത ഒരു എഫേർട്ട്, അതുപോലെ തന്നെ അത്
അത്രയും വളരെ വിജയകരമായി അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എക്കാലവും മലയാളി ഓർക്കുന്ന ഒരുപിടി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്ത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചലച്ചിത്രകാരനായി മാറുകയായിരുന്നു. ഇത്രയും പ്രതിഭാധനനായ വ്യക്തിയുടെ ഒരു വിയോഗമെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് തീർച്ചയായും വലിയ നഷ്ടം തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ മലയാളിക്ക് ഇതുവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുകൂടിയാണ്. അത്രയധികം മലയാളിയുടെ പൊതുബോധത്തോട് അത്രയധികം അടുത്തു നിൽക്കുന്ന സിനിമകൾ, പ്രത്യേകിച്ച് ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതം, അവൻ്റെ പൊങ്ങച്ചങ്ങൾ, അവൻ്റെ സന്തോഷം, നിരാശ, സങ്കടം, പ്രണയം, ഒപ്പം അങ്ങനെ അവൻ്റെ അതിജീവനമടക്കം വളരെ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മലയാളി ഏറ്റവും കൂടുതൽ ശ്രീനിവാസനോട് റിലേറ്റ് ചെയ്യാൻ, ഏതൊരു സാധാരണക്കാരനും ഏതൊരു മധ്യവർഗത്തിലുള്ള ആളുകൾക്കും എത്രയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി ശ്രീനിവാസൻ മാറുന്നത്, ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. തൻ്റെ പരിമിതികളെ പോലും ഒരു ഹാസ്യത്തിലേക്ക് കൊണ്ടുവന്ന് അതൊരു മികച്ച ഒരു കലാസൃഷ്ടിയിലേക്ക് എത്തിക്കുന്നതിൽ ശ്രീനിവാസൻ ഏറെ പരിശ്രമിച്ചിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ വിജയം കണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് പോലെ. അതാണ് ശ്രീനിവാസനെ മലയാളികളോട് ഏറ്റവും അടുപ്പിച്ച്, സാധാരണക്കാരനോട് ഏറ്റവും അടുപ്പിച്ചത്. അത്രയധികം സാധാരണക്കാർക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു അതുല്യ പ്രതിഭയുടെ മടക്കം എന്ന് പറയുന്നത് അത് മലയാള സിനിമയ്ക്ക് വലിയ നോവാണ്, തീരാ നോവ് തന്നെയാണ്. അത് ഒരു 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പ്രമുഖരെല്ലാവരും തന്നെ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്കാര ചടങ്ങിലും പ്രമുഖർ പങ്കെടുക്കും. അത്തരത്തിൽ കളക്ടർ സർക്കാരിന് വേണ്ടി പുഷ്പചക്രമടക്കം അർപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 10 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം ആരംഭിക്കും.